ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു മീൻ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പച്ചത്തെരണ്ടിയാണ്. അപ്പോൾ അതങ്ങനെ സാധാ കിട്ടാറില്ല. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് പച്ചത്തെരണ്ടി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മീൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം സ്റ്റൗ ഓണാക്കിയ ശേഷം ഇതിലേക്ക് ചട്ടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യമായത്ര ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെരണ്ടി മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുളകിട്ട് വെച്ച തെരണ്ടി മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.